പ്രിയപ്പെട്ടവരെ, നമസ്കാരം. കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മുടെ മലയാളത്തിലെ സിനിമാ താരങ്ങളായിട്ടുള്ള ടൊവിനോയും വിസ്മയ മോഹൻലാലും അവതാരക രഞ്ജിനിയും ഒക്കെ പറയുന്ന പോലെ, വേറെ ചില താരങ്ങളും ഉണ്ട്, എല്ലാവരുടെയും പേര് പറയുന്നില്ല, ഇവരൊക്കെ പറയുന്നത് പോലെ സമാധാനപൂർണമായിട്ട് നടക്കുന്ന പാറ്റകളുടെ CJPയുടെ ദില്ലിയിലെ സമരം. എന്നാൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും നാഷണൽ മീഡിയയിലൂടെയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് യഥാർത്ഥത്തിൽ ഈ മലയാള സിനിമാ താരങ്ങൾ പറയുന്ന സമാധാനപൂർണമായിട്ടുള്ള സമരത്തിൻ്റെ നേർ കാഴ്ച. എന്താണ് അവിടെ വാസ്തവത്തിൽ സംഭവിക്കുന്നത്? ഏതാണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് 120-ലധികം പോലീസുകാർക്ക് പരിക്കേറ്റു. അതേപോലെ തന്നെ നിരവധി പോലീസ് വാഹനങ്ങൾ തകർക്കപ്പെട്ടു. വനിതാ മാധ്യമ പ്രവർത്തക അടക്കം ആക്രമിക്കപ്പെട്ടു. അതേപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ തുണി അഴിച്ചു കാണിക്കുന്ന ഒരു കാഴ്ച പോലും കാണേണ്ടി വന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള അക്രമങ്ങളും അതേപോലെ തന്നെ മറ്റ് അസാൻമാർഗിക ദൃശ്യങ്ങളും ഒക്കെ കാണിച്ചിട്ടുള്ള ഈ സമരത്തെ, CJPയുടെ ഈ സമരത്തെ കേരളത്തിലെ മാധ്യമങ്ങൾ വെള്ളപൂശാൻ വേണ്ടിയിട്ട് ഒരു അക്രമവും ഇല്ലാത്ത സമാധാനപൂർണമായിട്ടുള്ള സമരം എന്നാണ് വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ചുവടുപിടിച്ച് നമ്മുടെ കേരളത്തിലെ മലയാള സിനിമാ താരങ്ങളും വളരെ നിർദോഷമായിട്ടുള്ള, നിരപരാധികളായിട്ടുള്ള, പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഇത് എന്നാണ് മലയാള സിനിമാ താരങ്ങൾ പോലും പറയുന്നത്. പക്ഷേ യഥാർത്ഥ കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഈ സമരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള അക്രമം നടത്തുന്ന ആളുകൾ ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ്. കാരണം ഇവരെ പൂട്ടാൻ കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ NSA ചുമത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ്. ജൂലൈ 19 മുതൽ ഒക്ടോബർ 18 വരെ NSA മുൻകാല പ്രാബല്യത്തോടെ ചുമത്താൻ വേണ്ടിയിട്ടാണ് ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശത്തിലൂടെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. എന്താണ് ഈ NSA ആക്ട്? അത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് NSA ആക്ട്? നാഷണൽ സെക്യൂരിറ്റി ആക്ട്. ഈ ആക്ട് പ്രകാരം കുറ്റം തെളിയിക്കാതെയും വിചാരണ തുടങ്ങാതെയും ഒരു വ്യക്തിയെ കരുതൽ തടങ്കൽ വെക്കാൻ വേണ്ടിയിട്ട് ഈ ആക്ട് അനുവദിക്കും. ഒരു വ്യക്തിയുടെ പ്രവർത്തനം രാജ്യസുരക്ഷയ്ക്കോ പൊതുശാന്തിക്കോ വിഘാതം സൃഷ്ടിക്കുന്നു എന്ന് മനസ്സിലായാൽ NSA ചുമത്താം. ഈ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഒരു വ്യക്തിയെ 12 മാസം വരെ തടങ്കലിൽ വയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ അറസ്റ്റിലായ വ്യക്തിയെ സംബന്ധിച്ച് സാധാരണ ക്രിമിനൽ കേസ് പോലെ അയാൾക്ക് എല്ലാ വിവരങ്ങളും നൽകണമെന്നില്ല. കാരണം സുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങൾ ആണ് എന്നതിൻ്റെ പേരിൽ അയാൾക്ക് സാധാരണ ക്രിമിനൽ കേസുകളിൽ കിട്ടേണ്ടതായിട്ടുള്ള ചില നിയമപരിരക്ഷ, അതേപോലെ തന്നെ അറിയാനുള്ള കാര്യങ്ങൾ, ഇതൊന്നും നൽകണമെന്ന് നിർബന്ധം ഇല്ല. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും ഇതനുസരിച്ച്, നിയമം അനുസരിച്ചിട്ട് കരുതൽ തടങ്കലിന്, പ്രതിരോധ തടങ്കലിന് വ്യക്തിയെ അതിന് പിടിക്കാവുന്നതാണ്. ഇങ്ങനെയുള്ള കേസിൽ, അതായത് CJP പ്രവർത്തകർക്ക് ഇവർക്കെതിരെ NSA എടുക്കുകയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്, ഇങ്ങനെ NSA എടുത്ത ആളുകൾക്ക് സാധാരണ ക്രിമിനൽ കേസിലെ പോലെ പെട്ടെന്ന് തന്നെ അഭിഭാഷകനെ കാണുകയോ അഭിഭാഷകൻ മുഖേനയുള്ള നിയമ നടപടികളിലേക്ക് കടക്കുവാനോ സാധിക്കുന്നതല്ല. അതേപോലെ തന്നെ ഇങ്ങനെ കരുതൽ തടങ്കലിൽ എടുക്കുന്ന ആളുകളെ 24 മണിക്കൂറിനുള്ളിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ എത്തിക്കണം എന്നുള്ള നിയമവും ഇവിടെ ബാധകം അല്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും പാറ്റകൾ, ദില്ലിയിൽ പ്രതിഷേധം നടത്തുന്ന പാറ്റകൾ പെട്ടിരിക്കുകയാണെന്ന് സാരം. ചുരുക്കം പറഞ്ഞാൽ ദില്ലിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ
അക്രമങ്ങൾ നടത്തിയ, പോലീസിനെ ആക്രമിച്ച, പോലീസ് വാഹനങ്ങൾ തകർത്ത, പൊതുമുതൽ നശിപ്പിച്ച ആളുകളെ 1 വർഷത്തേക്ക് വരെ കരുതൽ തടങ്കൽ, പ്രതിരോധ തടങ്കലിൽ ആക്കാൻ വേണ്ടിയിട്ട് ദില്ലി പോലീസിന് ഈ നിയമം മുഖേന കഴിയും. ആ നിയമമാണ് ഇനി ഈ CJPയുടെ അണികൾക്കെതിരെ, പ്രവർത്തകർക്കെതിരെ എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ പ്രവർത്തനത്തിൽ, അക്രമ പ്രവർത്തനത്തിൽ, രാജ്യദ്രോഹ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളുകളെ അവരെ കൊടുക്കുന്നതിനുള്ള ശക്തമായ ഒരു തന്ത്രമാണ് കേന്ദ്ര സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്ന് ചുരുക്കം. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സമാധാനപരമായിട്ട് നടന്നു വന്നിരുന്ന ഈ സമരം ഏറ്റവും അവസാനത്തെ 2 ദിവസമായിട്ടാണ് അക്രമത്തിലേക്ക് കലാശിച്ചത്. ഈ സമരം തുടക്കത്തിൽ വളരെയധികം ശ്രദ്ധ ദേശീയ മാധ്യമങ്ങൾ കൊടുത്തില്ല എങ്കിലും അക്രമത്തിന് ശേഷം ഈ സമരം വളരെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ഈ സമരത്തെ ഏറ്റുപിടിച്ച് അവർക്ക് സപ്പോർട്ടുമായിട്ട്, പിന്തുണയുമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിലെ ചില ആളുകൾ, രാഷ്ട്രീയക്കാര്, അതേപോലെ തന്നെ ചില സാംസ്കാരിക പ്രവർത്തകര്, ചില ചലച്ചിത്ര താരങ്ങൾ, ഇവരൊക്കെ തന്നെ ഇത് സമാധാനപരമായിട്ടുള്ള സമരമാണെന്നും ഇതിനെ പിന്തുണയ്ക്കുന്നു എന്നും ഒക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഈ സമരത്തിൽ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ സമരം നടത്തിയത്? പറഞ്ഞിരുന്നത് നീറ്റ് പരീക്ഷയുടെ ക്രമക്കേട്. ആ ക്രമക്കേടില് വിദ്യാഭ്യാസ മന്ത്രി, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നാവശ്യപ്പെട്ടിട്ടാണ് ഈ സമരം തുടങ്ങിയത്. പക്ഷേ ഈ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ, പിന്നീട് മുന്നോട്ട് പോയ സമയത്ത് ഈ സമരത്തിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങൾ ഒന്നും തന്നെ നീറ്റ് പരീക്ഷയെ ബാധിക്കുന്നതായിരുന്നില്ല. കാരണം ബ്രാഹ്മണൻ മൂർദാബാദ്, ബ്രാഹ്മണൻ തുലയട്ടെ, അതേപോലെ തന്നെ RSS മൂർദാബാദ്, RSS തുലയട്ടെ, അതേപോലെ തന്നെ 370 പുനഃസ്ഥാപിക്കുക, FCRA ഭേദഗതി പിൻവലിക്കുക, ഇതൊക്കെയാണ് ഈ സമരത്തിൽ ഉയർന്നു വന്ന മുദ്രാവാക്യങ്ങൾ. ഈ മുദ്രാവാക്യങ്ങൾക്കൊക്കെ നീറ്റ് പരീക്ഷയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബന്ധവുമില്ല. പക്ഷേ ഇതിൻ്റെ ഈ ഉദ്ദേശ ലക്ഷ്യം, എന്ത് ഉദ്ദേശത്തിലാണോ ഈ സമരം തുടങ്ങിയത്, ആ ഉദ്ദേശങ്ങളൊക്കെ മാറ്റി പിന്നീട് ഈ സമരം അക്രമത്തിലേക്ക് കലാശിക്കുന്നതായിട്ടും വലിയ അക്രമങ്ങൾ നടത്തുന്നതായിട്ടും ഒക്കെയാണ് ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഈ സമരത്തെ തീർച്ചയായിട്ടും നിയമപരമായിട്ടുള്ള മാർഗത്തിലൂടെ പൂട്ടാൻ വേണ്ടിയിട്ടാണ് കേന്ദ്ര സർക്കാർ പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവര് NSA ആക്ട് അതിനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്, ലഫ്റ്റനന്റ് ഗവർണർ ദില്ലി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി വരും ദിവസങ്ങളിൽ ഈ സമരത്തെ കൃത്യമായി നേരിടാൻ വേണ്ടിയിട്ടുള്ള നിയമപരമായിട്ടുള്ള എല്ലാ മാർഗങ്ങളും സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം.